ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചു, കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Bro, I thought to ask this, does masturbation can result in hair loss and dandruff? Just would like to know if this adversely affect. Bro, ChatGPT അടിച്ച് നോക്കിയപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് മിത്ത് ആണെന്ന് കാണിച്ചു. Anyways, just sharing to you if it helps. Fact checking important ആണല്ലോ. ഫാക്ട്. ഒരു കാര്യം പറയും, ഇപ്പോഴത്തെ ആൾക്കാർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്നുകിൽ യൂട്യൂബിൽ നോക്കും, ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് നോക്കും, അല്ലെങ്കിൽ ChatGPT അടിക്കും. അപ്പോൾ ഇത് അടിക്കുമ്പോൾ സയൻസ് ബേസ്ഡുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ പറയും ഇത് മിത്താണ്, ഇത് സയൻസായിട്ട് ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടില്ല, ഇത് മിത്താണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല, ധൈര്യമായിട്ട് ഇനിയും അടിക്കാം എന്ന് പറയും. അപ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ അതൊരു സുഖം, കൊള്ളാമല്ലോ. അപ്പം നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്താ, പിന്നെ പ്രശ്നമില്ലല്ലോ. പറയുന്ന എനിക്കും അറിയാം, ഈ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം, അത് ശരീരത്തിന് നല്ലതല്ല. അത് നിങ്ങളുടെ മുടിക്കായാലും ബോഡിക്കായാലും ഓവറോൾ ഒരു ലൈഫ് സ്റ്റൈലായാലും നല്ലതല്ല, അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ആൾക്കാർ ഓരോ ദിവസവും അതിനു വേണ്ടി എക്സ്ക്യൂസ് തപ്പുക. ഞാൻ തന്നെ ഇൻസ്റ്റയിൽ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ആഴ്ചയിൽ ഒരു ദിവസം ഒരു പ്രശ്നമല്ല, 2 പ്രാവശ്യമായാലും കുഴപ്പമില്ല, ഡെയിലി ചെയ്യാതിരുന്നാൽ മതി. അത് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതിലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇത് സത്യം പറഞ്ഞ ഒരു ചെറിയ ടോപ്പിക്കല്ല, കാരണം ഇത് മിക്ക ആൾക്കാർക്കും വർഷങ്ങളായിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, കാരണം എന്തായാലും ഞാൻ അതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് സേവ് ചെയ്ത് വെച്ചോ.